ലോകത്തിലെ ഏറ്റവും ഭീകരമായ ശബ്ദകോലാഹലങ്ങൾക്കിടയിൽ ഒരു വാക്കുപോലും ഉരിയാടാതെ മരണത്തെ മുഖാമുഖം കണ്ട് നടത്തുന്ന ഒരു നിശബ്ദ നൃത്തമുണ്ട്. USS എബ്രഹാം ലിങ്കൺ എന്ന ഭീമൻ വിമാനവാഹിനി കപ്പലിന്റെ ഫ്ലൈറ്റ് ഡെക്കിൽ ചെന്നാൽ നിങ്ങൾ കാണുന്നത് അച്ചടക്കത്തോടെയുള്ള ഈ ആംഗ്യഭാഷയുടെ മാസ്മരികതയാണ്. ജെറ്റ് എഞ്ചിനുകളുടെ ഇരമ്പലിനും നീരാവി കാറ്റപ്പൾട്ടുകളുടെ മുരളിനും ഇടയിൽ മനുഷ്യ ശബ്ദം അപ്രസക്തമാകുന്ന ഈ നരകതുല്യമായ അന്തരീക്ഷത്തിൽ ഒരു ചെറിയ കൈപ്പിഴ പോലും നൂറുകണക്കിന് ജീവനുകൾ കവർന്നെടുത്തേക്കാം. അതുകൊണ്ടുതന്നെ വാക്കുകളില്ലാത്ത ഈ നിശബ്ദ വിനിമയമാണ് അവിടുത്തെ ഏക ജീവവായു. ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും അപകടകരമായ ഈ ജോലി സ്ഥലത്തെ നിഗൂഢമായ ആംഗ്യഭാഷയുടെ വിശേഷങ്ങളിലേക്ക് നമുക്കൊന്ന് കണ്ണോടിക്കാം. ഭൂമിയിലെ ഏറ്റവും ഉയർന്ന ഡെസിബൽ ശബ്ദമുള്ള ഇടങ്ങളിൽ ഒന്നാണ് എബ്രഹാം ലിങ്കണിന്റെ 4 ഏക്കർ വിസ്തൃതിയുള്ള ഫ്ലൈറ്റ് ഡെക്ക്. അവിടെ ശബ്ദം പലപ്പോഴും 150 ഡെസിബൽ കടക്കും. ഇത്രയും വലിയ ശബ്ദത്തിൽ റേഡിയോ ഹെഡ്സെറ്റുകൾ പോലും പരാജയപ്പെടുന്ന ഇടത്താണ് നേവൽ സേഫ്റ്റി കമാൻഡ് വിഭാവനം ചെയ്ത വിഷ്വൽ സിഗ്നലുകളുടെ സങ്കീർണമായ ലോകം പ്രവർത്തനക്ഷമമാകുന്നത്. എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യുന്നത് മുതൽ ആകാശത്തേക്ക് വിമാനം കുതിച്ചുയരുന്നത് വരെയുള്ള ഓരോ നിമിഷവും കൈ സിഗ്നലുകളാൽ നിയന്ത്രിക്കപ്പെടുന്നു. ഈ നിശബ്ദ ഭാഷ കൃത്യമായി നടപ്പിലാക്കുന്നത് വഴി തെറ്റായ വ്യാഖ്യാനങ്ങൾ ഒഴിവാക്കാനും മാരകമായ കാര്യക്ഷമതയോടെ പ്രവർത്തിക്കാനും കപ്പലിലെ ജീവനക്കാർക്ക് സാധിക്കുന്നു. ഈ മെക്കാനിക്കൽ ഓർക്കസ്ട്രയുടെ കണ്ടക്ടർമാരായി വരുന്നത് മഞ്ഞ ജേഴ്സി ധരിച്ച എയർക്രാഫ്റ്റ് ഹാൻഡ്ലിംഗ് ഓഫീസർമാരും പ്ലെയിൻ ഡയറക്ടർമാരുമാണ്. വിമാനങ്ങളുടെ ഓരോ ചലനവും ഇവരുടെ വിരൽത്തുമ്പിലാണ്. ഒരു ഡയറക്ടർ പൈലറ്റിന് നേരെ കൈകൾ ഉയർത്തിപ്പിടിക്കുമ്പോൾ അതിനർത്ഥം പൈലറ്റ് മുന്നോട്ട് നീങ്ങണമെന്നാണ്. എന്നാൽ അതേ കൈകൾ മുഷ്ടി ചുരുട്ടി തലയ്ക്ക് മുകളിലൂടെ കൊണ്ടുവന്നാൽ അത് ഉടനടി നിർത്താനുള്ള കമാൻഡാണ്. പൈലറ്റും ഡയറക്ടറും തമ്മിലുള്ള ഈ ദൃശ്യബന്ധം തകരാതെ കാക്കുന്നതിലാണ് ഓരോ വിക്ഷേപണത്തിന്റെയും വിജയം ഒളിഞ്ഞിരിക്കുന്നത്. സൂര്യപ്രകാശം മങ്ങുകയും രാത്രിയുടെ ഇരുട്ട് പടരുകയും ചെയ്യുമ്പോൾ ഈ ആംഗ്യഭാഷ കൂടുതൽ സിനിമാറ്റിക് ആവുന്നു. രാത്രികാല പ്രവർത്തനങ്ങളിൽ വെറും കൈകൾക്ക് പകരം പ്രകാശമുള്ള സിഗ്നൽ ബാൻഡുകളാണ് ഉപയോഗിക്കുന്നത്. ദൃശ്യപരത കുറഞ്ഞ സാഹചര്യങ്ങളിൽ പോലും തെറ്റായ വ്യാഖ്യാനങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ഈ വാർഡുകൾക്ക് പ്രത്യേക രൂപകൽപ്പനയുണ്ട്. വ്യത്യസ്ത നിറങ്ങളിലുള്ള ലൈറ്റുകൾ ഉപയോഗിക്കുന്നതിലൂടെ ഏത് ഓഫീസറാണ് നിർദ്ദേശം നൽകുന്നതെന്നും ഏത് കമാൻഡാണ് പാലിക്കേണ്ടതെന്നും പൈലറ്റുമാർക്ക് സെക്കൻഡുകൾക്കുള്ളിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നു. കനത്ത ഡെക്ക് സോണുകളിൽ ആശയക്കുഴപ്പം ഒഴിവാക്കാൻ ഈ നിറവ്യത്യാസങ്ങൾ വലിയ പങ്ക് വഹിക്കുന്നുണ്ട് താനും. ഒരു യുദ്ധവിമാനം കാറ്റപ്പൾട്ടിൽ നിന്ന് വിക്ഷേപിക്കുന്നതിന് തൊട്ടു മുമ്പ് നടക്കുന്ന പരിശോധനകൾ അതീവ പ്രാധാന്യമുള്ളവയാണ്. വിമാനത്തിൽ യാതൊരുവിധ തകരാറുകളും ഇല്ലെന്ന് ഉറപ്പുവരുത്തി അന്തിമ പരിശോധകൻ കാറ്റപ്പൾട്ട് ഓഫീസർക്ക് നൽകുന്ന തംസ് അപ്പ് സിഗ്നലാണ് മരണത്തിനും ജീവിതത്തിനും ഇടയിലുള്ള ആ നൂൽപാലം. എന്നാൽ പരിശോധനകൾക്കിടയിൽ ഒരു ചെറിയ ചോർച്ചയോ പാനലിലെ ഇളക്കമോ കണ്ടാൽ അവർ കൈകൾ കൊണ്ട് T ആകൃതി നിർമ്മിക്കുന്നു. വിക്ഷേപണം താൽക്കാലികമായി നിർത്തിവെക്കാനുള്ള ഈ സിഗ്നൽ ലഭിച്ചാൽ തകരാർ പരിഹരിക്കുന്നത് വരെ വിമാനം ഡെക്കിൽ തന്നെ തുടരും. US നാവികസേനയിലുടനീളം ഈ സിഗ്നലുകൾക്ക് ഒരു ഏകീകൃത സ്വഭാവമുണ്ട്. സ്ഥിരതയാണ് സുരക്ഷയുടെ മൂലക്കല്ല് എന്ന തത്വചിന്തയിൽ അധിഷ്ഠിതമായിട്ടാണ് ഓരോ ആംഗ്യവും രൂപപ്പെടുത്തിയിരിക്കുന്നത്. എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യാനുള്ള വിൻഡപ്പ് ചലനമായാലും അല്ലെങ്കിൽ തൊണ്ടയ്ക്ക് കുറുകെ കൈവീഴ്ചുന്ന കട്ട് ചലനമായാലും എല്ലാ നാവികരും ഇത് ഒരേപോലെ വ്യാഖ്യാനിക്കണം. ചുവപ്പും പച്ചയും നിറങ്ങൾ ഇവിടെ ജീവനും മരണത്തിനുമുള്ള അടയാളങ്ങളാണ്. പച്ച വെളിച്ചം സുരക്ഷിതമായ മുന്നേറ്റത്തെ സൂചിപ്പിക്കുമ്പോൾ ചുവപ്പ് വെളിച്ചം കണ്ടാൽ പൈലറ്റും ഡെക്രൂവും ആ നിമിഷം തന്നെ പ്രവർത്തനം നിർത്താൻ ബാധ്യസ്ഥരാണ്. വിമാനം പറന്നുവരുന്നത് പോലെ തന്നെ പ്രധാനമാണ് അത് തിരികെ ലാൻഡ് ചെയ്യുന്ന ഘട്ടവും. ഹുക്ക് റണ്ണേഴ്സും വിമാന ക്യാപ്റ്റന്മാരും അസിസ്റ്റിംഗ് ഗിയർ പുനഃസജ്ജമാക്കിയിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്താൻ വ്യത്യസ്തമായ ആംഗ്യങ്ങൾ ഉപയോഗിക്കുന്നു. ഓരോ 45 മുതൽ 60 സെക്കൻഡിലും ഒരു വിമാനം നിക്ഷേപിക്കാനും തിരിച്ചിറക്കാനും കഴിയുന്ന ഈ സംവിധാനം ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ഏകോപനത്തിന് ഉദാഹരണമാണ്. എല്ലാവരും ഒരു സുരക്ഷാ നിരീക്ഷകനാണ് എന്ന ഉറച്ച ബോധ്യത്തോടെയാണ് എബ്രഹാം ലിങ്കണിലെ ഓരോ നാവികനും ഈ നിശബ്ദ വിപ്ലവത്തിൽ പങ്കുചേരുന്നത്. ഉയർന്ന അപകട സാധ്യതയുള്ള ഈ മേഖലയെ അച്ചടക്കമുള്ള ഒരു കലാരൂപമാക്കി മാറ്റുന്നത് ഈ നിശബ്ദ ഭാഷ തന്നെയാണ് എന്നതിൽ തർക്കമില്ല.